ഹല്ലേലൂയ. ഫിലിപ്പ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യമാണ്. ക്രിസ്തുവേശുവുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കുമാറാകട്ടെ. വേദപുസ്തകത്തിൽ സജഷൻസ് വളരെ കുറവാണെന്നാണ് എൻ്റെ ചിന്ത. വേദപുസ്തകത്തിലുള്ളത് കമാൻഡ്സ് ആണ്. പല സമയത്തും മറ്റ് പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോഴത്തേക്ക് അങ്ങനെയാണെങ്കിൽ കൊള്ളാം, ഇങ്ങനെയാണ് നല്ലത്. ഏത് മതഗ്രന്ഥങ്ങൾ വായിച്ചാലും ധാർമ്മിക ഗ്രന്ഥങ്ങൾ വായിച്ചാലും ഒക്കെ നമുക്ക് പലപ്പോഴും കിട്ടുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ്, അല്ലെങ്കിൽ ഓക്കെ ഇറ്റ് ഈസ് ഗുഡ് ടു ഹാവ്, ഇറ്റ് ഈസ് ഗുഡ് ടു ഹാവ്, ഇറ്റ് ഈസ് ഗുഡ് ടു ഡു ദിസ്, ഇറ്റ് ഈസ് ഗുഡ്, ഇറ്റ് ഈസ് ബെറ്റർ, സംതിങ് ലൈക്ക് ദാറ്റ്. പക്ഷേ വേദപുസ്തകത്തിൽ അങ്ങനെയുള്ള സജഷൻസ് അല്ല പലപ്പോഴും പറയുന്നത്, കമാൻഡ്സാണ്, കൽപ്പനകളാണ്. ക്രിസ്തുവേശുവിലുള്ള ഭാവം ഉണ്ടായാൽ വളരെ നല്ലതാണ് എന്നല്ല ഇവിടെ പറയുന്നത്. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തുവേശുവിൻ്റെ ഭാവം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു, അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും പരിശ്രമിക്കേണ്ടതാണ് എന്നൊന്നും അല്ല പറയുന്നത്. ഔട്ട്റൈറ്റായിട്ട് ഒരു കഠിനമായ കാര്യം ആവശ്യപ്പെടുകയാണ്. എന്ത്? ക്രിസ്തുവേശുവിലുള്ള ഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. ഭാവം തന്നെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രീതിയിലും ഒരു കോംപ്രമൈസ് ഇല്ലാത്ത നിലയിൽ പറയുകയാണ്, ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അതിനെ ലഘൂകരിക്കാനുള്ള ഒരു പരിശ്രമം, ഇതിനെന്നുള്ളതല്ല, യേശു കർത്താവിൻ്റെ ഏത് കൽപ്പനകളെയും ലഘൂകരിക്കാനുള്ള വലിയൊരു പരിശ്രമം ഇന്ന് സഭകളിൽ നടക്കുന്നുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ശരിയല്ലേ? എന്ത് കാര്യം പറഞ്ഞാലും നമ്മൾ അതിന് ഒരു ചെറിയ ഭാവം, അല്ലെങ്കിൽ അതിനെ ഒരു കൽപ്പന എന്ന നിലയിൽ എടുക്കുന്നതിന് പകരം ഓക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കൊള്ളാം. നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ ആളുകൾക്ക് പറയാൻ മടിയില്ല, ഇപ്പം അങ്ങനെയൊക്കെയാണ് വേദോസ്തത്തിൽ പറഞ്ഞിരിക്കുന്നത്, പക്ഷെ നമുക്കിപ്പോൾ എല്ലാം ഇപ്പോൾ അനുസരിക്കാനും മറ്റും പറ്റിയില്ലായിരിക്കും. സാരമില്ല, എന്നാലും നമ്മളെ കൊണ്ട് കഴിവുള്ളിടത്തോളമൊക്കെ നമ്മൾ പരിശ്രമിക്കണം, ചെയ്യാൻ പരിശ്രമിക്കണം എന്ന് പറഞ്ഞാൽ തന്നെ അവൻ ആത്മീകനാ. കണ്ടില്ലേ, അവന് ചെയ്യാനുള്ളൊരു പരിശ്രമമൊക്കെ ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നത്. പക്ഷേ വേദപുസ്തകത്തിൽ അങ്ങനെ അല്ല. ഒരു ഔട്ട്റൈറ്റായിട്ട് പലപ്പോഴും യേശു കർത്താവ് പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, നമ്മൾ വളരെ ലഘൂകരിക്കുന്നു. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, 2 യജമാനന്മാരെ സേവിക്കുവാൻ ആർക്കും കഴിയത്തില്ല. അത് കർത്താവ് പറഞ്ഞത് പ്രയാസമാണെന്നല്ല. നമ്മൾ പറയുന്നത്, കുഞ്ഞേ, ഈ പൈസായും ആത്മീയവും ഒക്കെ ഒരുമിച്ച് പോകാന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ് എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ കർത്താവ് എന്താ പറഞ്ഞത്? കഴിയത്തില്ലെന്നാണ്. അപ്പോൾ കർത്താവ് കഴിയത്തില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കഴിയത്തില്ല. കാര്യം കർത്താവിൻ്റെ വാക്കുകൾ, കർത്താവ് നമ്മളോട് ആവശ്യപ്പെട്ടത് തന്നെ എന്താണ്? നിങ്ങളുടെ വാക്ക് ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ. അതിൻ്റെ അർത്ഥം എന്നാ? കർത്താവ് കഴിയത്തില്ലെന്ന് പറഞ്ഞാൽ കഴിയത്തില്ല. പിന്നെ നമ്മൾ അതിനകത്ത് വേറെ ഒന്നും ആലോചിച്ചിട്ട് കാര്യമൊന്നുമില്ല. യേശു കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അതിൻ്റെ അതേ അളവിൽ തന്നെ എടുക്കാൻ നമ്മൾ തയ്യാറാകണം. അതിനെ വെറുതെ നമ്മൾ വ്യാഖ്യാനിച്ച് നശിപ്പിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു സുഹൃത്ത് അടുത്ത സമയത്ത് പറഞ്ഞു, എന്തുകൊണ്ടാണ് നമ്മൾ വേദോസം വ്യാഖ്യാനിക്കുന്നത്? അദ്ദേഹം പറഞ്ഞ കാരണം അത് നമുക്ക് അനുസരിക്കാൻ മനസ്സില്ലാത്തതുകൊണ്ടാണ്. കാരണം അനുസരിക്കാൻ മനസ്സുണ്ടെങ്കിൽ വളരെ ലളിതമായിട്ട് അത് വേദോത്സവത്തിൽ എഴുതിയിട്ടുണ്ട്. അനുസരിക്കാൻ മനസ്സില്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ മൂല അർത്ഥവും മറ്റേ അർത്ഥവും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നമ്മൾ ഒടുവിൽ പിന്നെ ഇത് ആർക്കും മനസ്സിലാകാത്ത നിലയിൽ എന്തോ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് ഒരാൾക്കും പിടികിട്ടാത്ത രീതിയിൽ നമ്മളിതിനെ വ്യാഖ്യാനിച്ചൊരു പരിവുമാക്കും. വേദപുസ്തകം വാസ്തവത്തിൽ വളരെ സിമ്പിളാണ്. വേദപുസ്തകം കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയാണ്, ആരും മനസ്സിലാക്കരുതെന്ന് വെച്ചല്ല. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണമുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തോട് ഒരു ഹിന്ദു സുഹൃത്ത് ഒരിക്കൽ ചോദിച്ചു, എടോ ജോയി, താൻ ഗീത വായിച്ചിട്ടുണ്ടോ? ജോയി സാർ പറഞ്ഞു, ഉണ്ട്. എന്നിട്ട് തനിക്ക് വല്ലതും മനസ്സിലായോ? ആ. എടോ, ആ എന്നൊന്നും പറയാനല്ല, തനിക്ക് എല്ലാം മനസ്സിലായോ? എല്ലാം മനസ്സിലായില്ല. ഉടനെ സുഹൃത്ത് പറഞ്ഞു, മനസ്സിലാകത്തില്ലടോ, അതാ ഗീതയുടെ പ്രത്യേകത. ഗീതയുടെ പ്രത്യേകത എന്താണ്? മനസ്സിലാകത്തില്ലെന്നുള്ളതാണ്. പക്ഷെ വേദപുസ്തകത്തിന്റെ പ്രത്യേകത മനസ്സിലാകത്തില്ലെന്നുള്ളതല്ല, അത് മനസ്സിലാകുമെന്നുള്ളതാണ്. കാര്യം ഇത് അനുസരിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന കാര്യമല്ലേ. അതിനെ നമ്മൾ വെറുതെ വ്യാഖ്യാനിച്ച് നശിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് അതുപോലെ എടുക്കാനായിട്ട് കഴിയുകയാണെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. കാര്യം ദൈവത്തിൻ്റെ മനസ്സ് കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുകയാണ് എത്രയോ സിമ്പിളായിട്ട്. ഞാൻ ചിലപ്പം ആലോചിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ദൈവം വേദപുസ്തകം എഴുതാൻ ഈ സാധാരണക്കാരായ ആളുകളെ തിരഞ്ഞെടുത്തത്? പത്രോസ്, യാക്കോബ്, യോഹന്നാൻ,
ദാവീദ്, ആമോസ്, ഓബദ്യാവ്, നോർമൽ പീപ്പിൾ. ഇച്ചിരി ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ചിന്തിക്കുന്നത് വാസ്തവത്തിൽ പൗലോസിനാണ്. പക്ഷെ പൗലോസ് പോലും പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ എൻ്റെ വാക്കുകൾ നിങ്ങൾക്കെല്ലാം മനസ്സിലാകേണ്ടത് കൊണ്ട് ഞാൻ ജ്ഞാനത്തിൻ്റെ യാതൊരു ഗിമ്മിക്സും കളിച്ചിട്ടില്ല. ഞാൻ പ്ലെയിൻ ആയിട്ട് നിങ്ങളോട് സുവിശേഷം പറയാനാണ് ഞാൻ ആഗ്രഹിച്ചത്. ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ അടുക്കലിരിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. അത്ര സിമ്പിളായിട്ട്, എത്രയും സിമ്പിളായിട്ട് പറയാനാണ് ഞാൻ ആഗ്രഹിച്ചത്. അതിൻ്റെ അർത്ഥം, ദൈവം വേദപുസ്തകം എഴുതാൻ ജനങ്ങളെ തിരഞ്ഞെടുത്തപ്പോൾ ഏറ്റവും സാധാരണക്കാരായ ആളുകളെയാണ് തിരഞ്ഞെടുത്തത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം, വായിക്കുന്നത് ഇതുപോലുള്ള സാധാരണക്കാരായ ആളുകൾ നമ്മളെ പോലൊക്കെ ഉള്ളവരായിരിക്കുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നത് കൊണ്ട് ദൈവം അങ്ങനെയുള്ളവരെ തിരഞ്ഞെടുത്തു. ഇനിയിപ്പം വേദപുസ്തകം എഴുതാനും കാണും ദൈവം ഹോമറിനെയും അരിസ്റ്റോട്ടലിനെയും പ്ലേറ്റോയെയും ഒക്കെ അങ്ങ് തിരഞ്ഞെടുത്തായിരുന്നെങ്കിൽ ഞാൻ തന്നെ ആലോചിച്ചിട്ടുണ്ട്. ഞാൻ ഈ കോളേജ് പഠിക്കുമ്പോഴെങ്കിലും കുറച്ച് ഫിലോസഫിക്കൽ ബുക്കുകളൊക്കെ വായിക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട്, മെനക്കെട്ട്. പ്ലേറ്റോയുടെയൊക്കെ ഒരു ബുക്ക് വായിക്കുന്നത് പോട്ട് 2 പേജ് വായിക്കണമെങ്കിൽ 2 ദിവസം കൊടുക്കും. നമുക്ക് മനസ്സിലായി വരണ്ടായി. അപ്പം ഞാൻ ചിന്തിച്ച്, ഈ വേദപുസ്തകം എഴുതാൻ ദൈവം ഇവരെങ്ങാണോ ഏൽപ്പിച്ചായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ ഇത് മനസ്സിലാക്കിയത്? പക്ഷെ ദൈവം അങ്ങനെയുള്ളവരൊന്നും ഏൽപ്പിച്ചില്ല. ആരെ ഏൽപ്പിച്ചു? വളരെ സാധാരണക്കാരായ ആളുകളെ. എന്തിനു വേണ്ടി? ഇത് വ്യാഖ്യാനിച്ച് നശിപ്പിക്കരുതെന്ന് ദൈവത്തിന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. സിമ്പിളായിട്ട് അനുസരണത്തിന് വേണ്ടി തിരഞ്ഞെടുക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ പറയട്ടെ, ഞാൻ പാറമേൽ അടിസ്ഥാനം ഇടുന്നവൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇതിനു വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഒരു സുനിൽ എന്ന് പറയുന്ന ഒരു ചിത്രകാരൻ്റെ ഒരു കാര്യമാണ്. ഈ ചിത്രകാരൻ ഒത്തിരി ചിത്രങ്ങൾ വരച്ചു. അദ്ദേഹം നല്ല ഒരു ചിത്രകാരനാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പടങ്ങളെല്ലാം, പെയിൻറ്റിങ്സ് എല്ലാം ഒരിക്കൽ ഡൽഹിയിലെ ഒരു ഓഡിറ്റോറിയത്തിൽ നാഷണൽ ഒരു എക്സിബിഷൻ നടത്തി. അപ്പോൾ അത് ദിവസങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു ദിവസം നോക്കിയപ്പോഴത്തേക്ക് ഒരു നാഷണൽ ഡെയിലിയിലെ ഒരു ക്രിട്ടിക്ക് സുനിലിൻ്റെ ഒരു ചിത്രത്തെക്കുറിച്ച് വലിയ കാര്യത്തിൽ എഴുതിയിരിക്കുകയാണ്. അതായത് ഇതുപോലെ ഒരു ചിത്രം കൺസീവ് ചെയ്യാൻ സുനിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ കഴിയത്തുള്ളൂ. അതുപോലെ ആശയസമ്പുഷ്ടമാണ്. ഇത് സാധാരണക്കാരൻ്റെ ഒരു ചിത്രമല്ല. ഇത് അസാമാന്യമായ മാനുഷിക വ്യഥകളെ കൈകാര്യം ചെയ്യുന്നതാണ്. നമ്മൾ നോക്കുമ്പോൾ ആദ്യം കാണുന്നത് ഒരു നിറകുംഭം. ആ കുംഭത്തിൻ്റെ മുകളിൽ ഒരു പ്രതലം, ഒരു പരന്ന പ്രതലം. ആ പ്രതലത്തിൽ നിന്ന് മുകളിലേക്ക് ഉയർന്നു പൊങ്ങി നിൽക്കുന്ന 2 കൊമ്പുകൾ, അതിനപ്പുറത്ത് 2 ചെറിയ കൊമ്പുകൾ. എന്താണ് ഈ നിറകുംഭം? എന്നിട്ട് എഴുതിയിരിക്കുന്ന ആൾ തന്നെ പറഞ്ഞിരിക്കുകയാണ്, ഈ നിറകുംഭം എന്ന് പറയുന്നത് ജന്മത്തിൻ്റെ വേദനയാണ്. ആ ജന്മത്തിൻ്റെ വേദനയെ മുകളിലേക്ക് പോകാൻ സമ്മതിക്കാതെ തടഞ്ഞു നിൽക്കുന്ന മായയുടെ വേതാളമാണ് ആദ്യത്തെ പ്രതലം. അവിടെ നിന്ന് ഉയർന്നു നിൽക്കുന്ന ഈ കൊമ്പുകളാകട്ടെ ഇതിനെ മുറിച്ചു പോകുവാനുള്ള മനുഷ്യ മനസ്സിൻ്റെ ആഗ്രഹത്തിൻ്റെ പ്രതീകമാണ്. അതിനപ്പുറത്ത് കാണുന്ന 2 കൊമ്പുകളാകട്ടെ തുടരുന്ന മനുഷ്യ പ്രതീക്ഷയുടെ പ്രതീകങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് എഴുതിയിരിക്കുന്നു. അപ്പം ഈ സുനിൽ ചിന്തിച്ചു, ഇങ്ങനൊരു ചിത്രം ഞാൻ വരച്ചിട്ടില്ലല്ലോ, ഇത് ഏത് പടത്തെക്കുറിച്ചാണ് ഇതെല്ലാം എഴുതിയിരിക്കുന്നത് എന്നറിയാനായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്നറിയാമോ? ഈ എക്സിബിഷൻ ഹാളിൽ ഒന്ന് വന്ന് നോക്കി ഏത് ചിത്രത്തെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അത് വന്ന് നോക്കിയപ്പോഴാണ് വിവരം അറിയുന്നത്. എന്നറിയാമോ? സുനിൽ ഒരു സിമ്പിൾ ചിത്രം വരച്ചതാണ്. ഒരു മേശപ്പുറത്ത് ഒരു പെൺകുട്ടി തല കുമ്പിട്ടിരിക്കുന്നു, അത്രയേ ഉള്ളൂ ചിത്രം. പക്ഷെ ഈ തൂക്കിയിട്ടവൻ ഇത് തിരിച്ചാണ് തൂക്കിയിട്ടത്. അപ്പൊ ഇത് തിരിച്ചു തൂക്കിയിട്ടത് കൊണ്ട് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കൊച്ചിന്റെ തല ജന്മത്തിന്റെ ഭാരം പേറുന്ന നിറകുംഭമായി, ആ മേശയുടെ പ്രതലം എന്താണ്? ജന്മത്തെ മുകളിലേക്ക് വിടാതെ പിടിച്ചു നിർത്തിയിരിക്കുന്ന മായയുടെ വേതാളമായി. മേശയുടെ 2 കാലാണ് പ്രതീക്ഷയും. അതിൻ്റെ അപ്പുറത്ത് കാണുന്ന ചെറിയ കാലുകൾ, പടം വരയ്ക്കുമ്പം 2ാമത്തെ കാല് ചെറിയ കാലായിരിക്കും, തുടരുന്ന പ്രതീക്ഷയും. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചിത്രത്തെ ഒരു ക്രിട്ടിക്ക് വന്നിട്ട് എന്ത് ചെയ്തു? വ്യാഖ്യാനിച്ച് ഒരു മനുഷ്യനും മനസ്സിലാകാത്ത നിലയിലേക്ക് കൊണ്ടുപോയി. ഇതുപോലെ ഞാൻ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ട്, ഈ വേദപുസ്തകമൊക്കെ നമ്മൾ വ്യാഖ്യാനിക്കുന്നത് കേട്ട ദൈവം തന്നെ ചിന്തിക്കും, ഞാനിങ്ങനൊന്നും ഉദ്ദേശിച്ചില്ലല്ലോ. കാര്യം ദൈവം വളരെ സിമ്പിളായിട്ട് പറഞ്ഞ കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു? വ്യാഖ്യാനിച്ചൊരു പരുവമാക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, നമുക്കനുസരിക്കാൻ വയ്യ. അത്രയേ ഉള്ളൂ കാര്യം. നമുക്ക് അനുസരിക്കാൻ വയ്യാത്തത് കൊണ്ട് നമുക്കിഷ്ടമുള്ള നിലയിലേക്ക് വളച്ചൊടിച്ച് വേദപുസ്തകത്തെ വ്യാഖ്യാനിക്കാനുള്ള വലിയൊരു പരിശ്രമം നമുക്കുണ്ട്. വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അനുസരിക്കണ്ടല്ലോ. പക്ഷെ വേദപുസ്തകം വ്യാഖ്യാനിച്ച് നശിപ്പിക്കാനുള്ളതല്ല, അനുസരിക്കാനുള്ളതാണ്. അനുസരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ വ്യാഖ്യാനിക്കുന്നത് കൊണ്ട് പ്രയോജനമില്ല. വേദപുസ്തകം വ്യാഖ്യാനിക്കുകയേ ചെയ്യരുത് എന്നല്ല ഞാൻ പറയുന്നത്. ഒരുപക്ഷെ അത് തെളിയിച്ചു കൊടുക്കേണ്ടി വരുമായിരിക്കും. എന്നാൽ അതിന് മറ്റൊരർത്ഥം കൽപ്പിച്ച് രക്ഷപ്പെടാനായിട്ട് നോക്കണ്ട. കർത്താവ് പറഞ്ഞു,
ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് എളുപ്പം. നമ്മളെന്ത് പറഞ്ഞു? അത് സൂചിക്കുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സൂചിക്കുഴയല്ല. പിന്നെ യെരുശലേമിൽ പട്ടണവാതിൽ അടച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടൊരു ചെറിയ ഒരു വാതിലുണ്ട്. ആ വാതിലിൽ കൂടെ ഒട്ടകത്തിനകത്ത് കടക്കണമെങ്കിൽ അങ്ങനെ വെറുതെ കടക്കാൻ പറ്റത്തില്ല. പിന്നെ അതിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന ചുമടുകളെല്ലാം എടുത്ത് താഴെ വെക്കണം. അത് കഴിഞ്ഞ് കുനിഞ്ഞ് വിഷമിച്ചൊക്കെ കയറണം. എന്നാലും വിഷമിച്ചാൽ കയറാം. കാര്യം നമുക്ക് ഈ ധനവാന്മാരായ ആളുകളെ ഉപേക്ഷിക്കാൻ വയ്യ. എങ്ങനെങ്കിലും ഇവനെ അകത്ത് വലിച്ചു കയറ്റെങ്കിലല്ല ബാക്കി കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 100 വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കും. കർത്താവ് എന്ത് ചെയ്യുന്നു? കർത്താവ് പറഞ്ഞു മനുഷ്യരാൽ, അതിൻ്റെ താഴെ പറഞ്ഞിരിക്കുന്ന വാക്യം നമ്മൾ ആലോചിക്കണം. മനുഷ്യരാൽ അസാധ്യം, എന്നാൽ ദൈവത്താൽ സാധ്യം. മനുഷ്യനെ കൊണ്ട് അവൻ്റെ സമ്പത്ത് ഉപേക്ഷിക്കുക, അതാണ് അതിൻ്റെ അർത്ഥം. സമ്പത്തും പദവികളും ഒക്കെ ഉപേക്ഷിക്കുക മാനുഷികമായി അത്ര സാധ്യമായ കാര്യമല്ല. ദൈവത്തിൻ്റെ സ്പെഷ്യലായിട്ടുള്ള സ്പർശനമില്ലാതെ ഒരു ധനികൻ അവൻ്റെ ധനവും ഒരു പദവികളിലിരിക്കുന്നവനവൻ്റെ പദവിയും ഉപേക്ഷിക്കത്തില്ലെന്നാണ് കർത്താവ് പറഞ്ഞത്. ധനികനായ സക്കായി എങ്ങനെയാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിച്ചത്? അവൻ്റെ ധനത്തോടുകൂടെയല്ല, ദൈവത്തിൻ്റെ ഒരു സ്പർശനമുണ്ടായപ്പോൾ അവന് മാറ്റമുണ്ടായി, രൂപാന്തരമുണ്ടായി. അപ്പോൾ ദൈവസ്പർശനത്താൽ രൂപാന്തരം ഉണ്ടാകുമ്പോൾ മാത്രമേ ദൈവത്തെ അനുസരിക്കാനുള്ള ആ കഴിവ് നമുക്ക് ഉണ്ടാകുന്നുള്ളൂ. അത് മാനുഷികമായി നടക്കുന്ന ഒരു കാര്യമല്ലെന്നാണ് കർത്താവ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. വ്യാഖ്യാനിച്ച് നശിപ്പിക്കാൻ വേണ്ടി അല്ല കർത്താവ് വേദവസ്ത്രം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? അനുസരിക്കാൻ വേണ്ടിയാണ്. ആ അനുസരണമാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതായ കാര്യം. അതുകൊണ്ടാണ് കർത്താവ് വളരെ സിമ്പിളായിട്ട് വേദപുസ്തക ഉപദേശങ്ങൾ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, യേശു കർത്താവിൻ്റെ ഉപദേശങ്ങൾ വളരെ പ്ലെയിനാണ്. അനുസരണം അത്യന്താപേക്ഷിതമാണ്. അനുസരിക്കാതിരിക്കാനുള്ള ഒരു ഓപ്ഷൻ കർത്താവ് തരുന്നില്ല. ഒരു ഡിസ്കഷൻ ഇല്ല, ഒരു ഡയലോഗില്ല. യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിക്കുന്ന സംഭവങ്ങൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവൻ ഗലീല കടൽപ്പുറത്ത് നിൽക്കുമ്പോൾ പത്രോസ് എന്നു പേരുള്ള ശിമോൻ, അവൻ്റെ സഹോദരനായ അന്ത്രയാസ് എന്നിങ്ങനെ മീൻപിടിക്കാരായ 2 സഹോദരന്മാർ കടലിൽ വല വീശുന്നത് കണ്ടു. എൻ്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് അവരോട് പറഞ്ഞു. ഉടനെ അവർ വല വിട്ടേച്ചവനെ അനുഗമിച്ചു. അടുത്ത് നമ്മൾ കാണുന്നത്, അവിടെ നിന്ന് മുമ്പോട്ട് പോയാറെ സെബദിയുടെ മകൻ യാക്കോബും അവൻ്റെ സഹോദരൻ യോഹന്നാനും എന്ന വേറെ 2 സഹോദരന്മാർ പടകിൽ ഇരുന്ന് അപ്പനായ സെബദിയുമായി വല നന്നാക്കുന്നത് കണ്ടു. അവരെയും വിളിച്ചു. അവരെ ഉടനെ പടകിനെയും അപ്പനെയും വിട്ട് അവനെ അനുഗമിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലും മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിലും ഒക്കെ യേശു ശിഷ്യന്മാരെ വിളിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. ആ സന്ദർഭങ്ങളിലൊക്കെ കർത്താവ് പറഞ്ഞില്ല, ഓക്കെ എനിക്ക് നിന്നെ ശിഷ്യനായിട്ട് എടുത്താൽ കൊള്ളാവുന്നുണ്ട്, എന്തൊക്കെയാണ് നിന്റെ ഡിമാൻഡ്സ്, നമുക്കൊരു ഡയലോഗ് നടത്തുക. നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഒരാളെ ഉദ്യോഗത്തിന് എടുക്കുകയാണെങ്കിൽ ചുമ്മാ എന്ന് പറയുകയാണോ, പോരാ എൻ്റെ കൂടെ എന്ന് പറയുകയാണോ? അല്ല. നമ്മളെന്ത് ചെയ്യും? ഒരു ഡിസ്കഷനുണ്ട്, ഒരു ഡയലോഗുണ്ട്. ഞാൻ എന്തൊക്കെ നിനക്ക് തരാൻ കഴിയും, നിന്നിൽ നിന്ന് ഞാൻ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ ഡയലോഗും കഴിഞ്ഞിട്ടാണ് ഒടുവിൽ ഒരാളെ ജോലിക്കെടുക്കുന്നത്. പക്ഷെ യേശു ജോലിക്കെടുത്തപ്പോഴോ ഒന്നും ചോദിച്ചില്ല, ഒന്നും പറഞ്ഞില്ല, എന്തോ തരാമെന്ന് പറഞ്ഞില്ല, നിങ്ങളിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞില്ല, ഒന്നുമില്ല. ഒറ്റ ഒരു കാര്യം മാത്രം, കം ഫോളോ മീ, എന്നെ അനുഗമിക്കുക. അവരെന്ത് ചെയ്തു? വിളിച്ചപ്പോൾ ഇവരാരും ഞാൻ നിന്നെ അനുഗമിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെ തരുമെന്നും ചോദിച്ചില്ല. അവരെല്ലാവരും ഉടനെ അറ്റ് വൺസ് they left everything and followed him. അറ്റ് വൺസ് എന്നുള്ള വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു ചർച്ചയും ഇല്ലാതെയാണ് യേശുവിൻ്റെ ശിഷ്യന്മാര് അവൻ്റെ പിന്നാലെ ഇറങ്ങി പുറപ്പെട്ടത്. അതേ പറ്റൂ. യേശുവുമായിട്ട് ഒരു ഡയലോഗ് നടത്തി യേശുവിൻ്റെ പിന്നാലെ പോകാൻ ആർക്കും കഴിയത്തില്ല. യേശുവിനെ അനുസരിക്കാൻ ആഗ്രഹിക്കുന്നവർ പ്ലെയിനായിട്ട് അനുസരിക്കണം.